അപ്പോൾ നമ്മൾ മൈസൂരിലെ ഫസ്റ്റ് മോർണിംഗ് ആണ് ഗൈസ്. ഫസ്റ്റ് മോർണിംഗ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എഴുതുന്നുണ്ടാവും സെക്കൻഡ് മോർണിംഗ് വരുന്നുണ്ടെന്നില്ല ഗൈസ്. നമ്മൾ ഇന്നലെ നാട്ടിൽ പോകും. അതാ നൈലു എണീറ്റിട്ടില്ല ഗൈസ്. ഒക്കെ എണീറ്റിട്ടുണ്ട്. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് മെനു ഇതൊക്കെയാണ് ഗൈസ്. അപ്പം ദോശ, പൂരി ഇതിലേക്കായിട്ട് ചില ഓർഡർ ചെയ്യും. ഇല്ലാതെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കണം. ഇത് നമ്മൾ ഇന്നലെ ആ മാളിൽ നിന്ന് വാങ്ങിച്ചതാണ് ഗൈസ്. എനിക്ക് ലോകത്തിൻ്റെ ആ ഒരു ഇതര ശരിയാവണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വായിലിടണം. അപ്പോൾ നമുക്ക് ഒരു മൈസൂർ പാക്ക് പൊട്ടിച്ചോക്കാം കേട്ടോ. വായിലിട്ട അറിയണല്ലേ അലിഞ്ഞു പോവാണ് ഗൈസ്. ടേസ്റ്റ് രാവിലെ തന്നെ ഒരു ഇതിൽ കമ്പരാതാണോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എനിക്ക് സ്വീറ്റ് ഭയങ്കര ഇഷ്ടം ഗൈസ്. വാവ്, ഇതിങ്ങനെ കട്ടല്ലേ? നമ്മൾ കൂടുതലെത്തി ആര് പേടിയാണ്. അങ്ങനെ നമ്മൾ പോകുന്നു ഗൈസ്. ഈ നമ്മളൊക്കെ അറിയാം. ഇതാണ് നമ്മൾ നിന്നിരുന്ന ഹോട്ടൽ ഗൈസ്. ഇതിൻ്റെ ഏറ്റവും മുകളിലാണ് പൂള് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് കണ്ട് പോരാണ് ഗൈസ്. നൈലു ഗ്ലാസ് വെച്ചാ പ്ലീസ്. നിങ്ങളെന്താ അവിടെ? എനിക്കറിയില്ല. ആ ഉള്ളിലൊക്കെ ആൾക്കാരുണ്ടല്ലോ. വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാണ്. ഇങ്ങനെ കേസ് നമ്മൾ വിശാലമായ ഒരു ഗ്രൗണ്ടിൽ കാറൊക്കെ പാർക്ക് ചെയ്ത് കണ്ടിട്ട് ഒരുപാട് നടക്കണ്ട കേസ്. നമുക്കവിടെ സൂവിൻ്റെ അടുത്തൊന്നും പാർക്കിങ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് പാർക്ക് ചെയ്ത് നമ്മൾ തിരിച്ച് സൂവിൻ്റെ അവിടേക്ക് നടന്നു പോകണം. അല്ല ഗൈസ്, ഒരുപാട് നടക്കാൻ. കാരണം നമ്മൾ സൂവിൻ്റെ അവിടെ നിന്ന് ഒരുപാട് പോകുന്നു പാർക്കിങ്ങൊക്കെ. അവിടെ ഇല്ല പാർക്കിങ്, അവർ ക്ലോസ് ചെയ്തു. അത് നമുക്ക് ഒരുപാട് നടന്ന് പോരേണ്ടി വന്നു. നമ്മൾ അങ്ങനെ നമ്മൾ സൂക്ക് ടിക്കറ്റ് എടുത്ത് കണ്ട് നമ്മൾ ഉള്ളിലേക്ക് കയറാണ് ഗൈസ്.
ഒരു പോപ്കോൺ വാങ്ങിക്കാൻ വേണ്ടി പോയതാ. അതാ വരുന്നത്. അങ്ങനെ നമ്മൾ സൂന്നൊക്കെ ഇറങ്ങി. ഇനി നമ്മൾ കയറാൻ പോണത് ഈ കാണുന്ന മാളിലാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒരു മാളിൽ വന്നിരിക്കണേ ഫുഡ് കഴിക്കാൻ. നമ്മൾ KFC കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ആ മാളിൽ നമ്മളെ മലയാളികൾ ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഷവർമയും ഷവായും വാങ്ങിച്ചു. ഒരു മലയാളീസിൻ്റെ കടയാണ്. അവിടുന്ന് നമ്മളൊരു ഐസ്ക്രീം വാങ്ങി. അതേമാതിരി ഫ്രഞ്ച് ഫ്രൈസിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഡൈനോന്. ആ പാലസുമൊക്കെ അങ്ങനെ വെക്കും. ചാമണ്ടി ഹിൽസിലെ വ്യൂ പോയിന്റ്. ഈ ചുരം കയറി കഴിഞ്ഞാൽ ചാമണ്ടി ഹിൽസ് ആണ്. ഞോടെ രണ്ടാളി കുറച്ച് ഫോട്ടോഷൂട്ട്. നമ്മള് ചാമണ്ടി ഹിൽസ് നിന്ന് പോന്നു. ഇനി നമ്മൾ പോണത് വൃന്ദാവനത്തേക്കാണ്. എല്ലാവരും തല കൊണ്ടുപോകും. അവിടെ 7 മണിക്ക് വാട്ടർ ഷോ ഉണ്ടാവും. അപ്പം അതിന് ടിക്കറ്റ് എടുക്കണം. അത് കാണണം. തലയും കൊണ്ട് പോകും ബസ്. രാത്രി ലൈറ്റൊക്കെ കത്തി ഫുൾ സെറ്റാണ് കേട്ടോ കാണാൻ. നല്ല രാത്രി വീഡിയോസ് നമ്മൾ കഴിഞ്ഞ വ്ളോഗിലുണ്ട്. എല്ലാവരും കണ്ടോക്കൊണ്ടും ഫുൾ ലൈറ്റൊക്കെ വെച്ച് സെറ്റാണ്. ഈ റോട്ടിൽ കൂടെ ഒക്കെ കഴിച്ച് രാത്രി മാരക വൈബാട്ടോ. ലൈറ്റൊക്കെ വെച്ച് ഈ കാണുന്ന ലൈറ്റൊക്കെ രാത്രി ലൈറ്റ് കത്തിക്കാണ്ടിരിക്കണം. അപ്പോൾ നല്ല രസമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. എല്ലാവരും കണ്ടോക്കണം. നമ്മൾ നാട്ടിലെ കാർണിവലിൻ്റെ എന്തോ പരിപാടിയല്ല, ഈ ദസറ പ്രമാണിച്ചുള്ള എന്തോ പ്രോഗ്രാമാണ്. അങ്ങനെ നമ്മൾ സൂവും ചാമണ്ടി ഹിൽസൊക്കെ കണ്ട് നേരെ വൃന്ദാവനത്തേക്ക് പോവാണ്. അപ്പം ഇനി ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ.